നമസ്കാരം, എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉന്നക്കായ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും പഴുക്കാത്ത പഴം വേണം കേട്ടോ. അധികം പഴുക്കാത്ത പഴം വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടിലേക്ക് പഴം ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് അതേപോലെ തന്നെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ പഴം നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പഴുപ്പ് അധികം പഴത്തിന് കൂടി പോകരുത്. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ തന്നെ കാണാം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് നമുക്കിത് നല്ല പോലങ്ങ് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതേപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ള ഒരു നാരുണ്ടല്ലോ അതും അതേപോലെ തന്നെ ഉള്ളിലെ കറുത്ത കുരുവും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല പോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറു ചൂടിൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൽ കുരുവും അതൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അധികം പഴുക്കാത്ത പഴമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രയാസം കാണും ചൂടാറിയാൽ ഇത് ഉടച്ചെടുക്കാൻ. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്കിത് നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ, ഒട്ടും കട്ടകളില്ലാതെ തന്നെ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് നല്ല പോലെ ഇത് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് നല്ല പോലെ ഇതങ്ങ് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല പോലെ ഉടച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ പഴം ഞാൻ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഉടച്ചെടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ നല്ല ടൈറ്റായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് മാവ്. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ഉന്നക്കായുടെ ഷേപ്പിൽ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അഥവാ നിങ്ങൾ എടുക്കുന്ന പഴത്തിന് കുറച്ച് പഴുപ്പ് കൂടുതലാണ്, ടൈറ്റായിട്ടല്ല കിട്ടിയിരിക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല, കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫില്ലിങ്ങിന്. അപ്പോൾ നെയ്യ് നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാമും അതേപോലെ തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളതാണ്. അത് നമുക്ക് നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് നല്ലപോലെ റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ദാ നമ്മുടെ മുന്തിരിയൊക്കെ നല്ല പോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് പോവും നമ്മുടെ ഫില്ലിങ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഫില്ലിങ്, കഴിക്കാനായാലും അതേപോലെ തന്നെ സ്മെല്ലായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആവാം കേട്ടോ. അപ്പോൾ അധികമായി പോകരുത്, ഒരുപാട് മധുരമായാലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മുടെ പഴത്തിനും അത്യാവശ്യം മധുരം ഉള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. കൂടിപ്പോയാൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ മതിയാകും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഫില്ലിങ് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും അതേപോലെ തന്നെ പഴവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉന്നക്കായ റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പഴത്തിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട്
നമുക്ക് എന്തോരം വലിപ്പത്തിലുള്ള ഉന്നക്കായാണ് വേണ്ടത് അതിനനുസരിച്ച് റോളാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് കയ്യിൽ ഉള്ളം കയ്യിൽ ഇതേപോലെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തിന്നായിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടി കുറഞ്ഞു പോയാൽ ചിലപ്പോൾ ഫില്ലിങ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പരത്തിയെടുക്കുക കയ്യിൽ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് വെച്ച് കൊടുക്കരുത് കേട്ടോ, കാരണം റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ രണ്ടറ്റവും ഒന്ന് ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്ത് നല്ല പോലെ ഉന്നക്കായുടെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പഴം കറക്റ്റ് വേവ് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കിട്ടൂല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പഴം ഒരുപാട് പഴുക്കാത്ത പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എടുത്ത് പറയുന്നതാണ്, ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ എടുക്കേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉന്നക്കായ റെഡിയാക്കി എടുക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പാക്കി എടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാനും ഷേപ്പാക്കി എടുക്കാം കേട്ടോ. എല്ലാ ഉന്നക്കായും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് ഓയിൽ ചൂടാക്കാൻ വെക്കാം. കണ്ടില്ലേ, ഓയിൽ ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഉന്നക്കായ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബ്രൗൺ കളർ വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം കേട്ടോ. കാരണം നമ്മുടെ പഴം ആയാലും അതേപോലെ തന്നെ ഫില്ലിങ് ആയാലും ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നും അധികം വേവാനുള്ളതൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് മാറി ഫ്രൈ ആയിട്ട് വരാം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ബ്രൗൺ കളറിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഹൈ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ നല്ലപോലെ കളറ് മാറി വന്നിട്ടുണ്ട്, നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടകളിലൊക്കെ പോകുമ്പോഴായാലും ഇങ്ങനെ ഈ ഒരു കളറിലാണ് നമുക്ക് ഉന്നക്കായ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ കളർ മാറുന്നത് വരയ്ക്കും ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിർബന്ധമില്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ബ്രൗൺ കളറായി ആവാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഉന്നക്കായും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഉള്ളിലായാലും ഫില്ലിംഗ് ആയാലും നല്ല സോഫ്റ്റാണ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.